എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മോർണിംഗ് വ്ളോഗാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇന്ന് ബ്രേക്ക് എടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മോർണിംഗിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ചെറിയൊരു വീക്ക് ഡേ മോർണിംഗ് റുട്ടീൻ നോക്കാം. ശ്രീഹരിക്ക് ഒരു 10 മണി കഴിഞ്ഞിട്ട് പോയാൽ മതി. നമുക്കപ്പോൾ ഇപ്പം ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എൻ്റെ മുഖം വിങ്ങിയിരിക്കുന്നത്, എൻ്റെ കണ്ണിലൊരു കുരു വന്നിട്ട് അതിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കണ്ണിനകത്ത്. ഇന്നലെ ചെറുതായിട്ടൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അതൊന്ന് നീങ്ങി. ഇത് തന്നെ ചുങ്ങിപ്പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടറെ കാണേണ്ടി വരത്തില്ല എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. ഇന്നധികം മുഖം ഞാൻ കാണിക്കുന്നില്ല. ഒന്നാമത് എൻ്റെ ഹൂഡൈസാണ്, അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങിലിരിക്കും. അപ്പോൾ പിന്നെന്താണ്, അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ മെനു ഞാൻ വിചാരിച്ചിരിക്കുന്നത്, മെനു എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമ്മുടെ ചീരത്തോരനില്ല, ഇന്ന് ചീരയില്ല, ചീര ഞാൻ ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ആ ഒരു ഫ്ലോയിൽ ചീരത്തോരെന്ന് പറഞ്ഞതാണ്. ചീരയില്ല. പിന്നെ എന്തായിരുന്നു, ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി ലഞ്ചിന് കൊടുത്തു വിടുന്നത്. പിന്നെ മീൻ വറക്കാൻ ഇരിപ്പുണ്ട്, അതും. പിന്നെന്താണ്, ഒഴിക്കാനായിട്ട് ഇന്ന് ചേമ്പ് കൊണ്ടൊരു എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു. തേങ്ങ വറുത്തിട്ട് എരിശ്ശേരിയല്ല, സദ്യക്കുള്ള പോലത്തെ എരിശ്ശേരിയല്ല, ചേമ്പ് കൊണ്ട് അല്ലാതെ ഉള്ള ഒരു എരിശ്ശേരി, അല്ലാത്ത എരിശ്ശേരി. പിന്നെന്താണ്, പിന്നെ മത്തങ്ങ പച്ചടി, ഇത്രയും കാര്യങ്ങളാണ് വെക്കുന്നത്. പിന്നെ രാവിലെ ദോശയുടെ കൂടെ സ്ഥിരം ഐറ്റം തന്നെ ദോശയും. ഞാൻ പക്ഷെ ചമ്മന്തി ഇന്ന് വെക്കുന്നില്ല, കാരണം പച്ചടിക്കകത്തും മറ്റേ എരിശ്ശേരിക്കകത്തും തേങ്ങ ചേർക്കുന്നതുകൊണ്ട് ഇന്ന് ദോശയുടെ കൂടെ നമ്മുടെ തക്കാളി വഴറ്റി എടുക്കുകയോ അല്ലെങ്കിൽ ഉള്ളിച്ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഒരു ലഞ്ച് ബോക്സും കാര്യങ്ങളും നല്ലതാണ്. നിങ്ങൾ ചേമ്പ് എരിശ്ശേരി വെച്ചിട്ടുണ്ടോ? ചേമ്പ് എരിശ്ശേരിയും ഫിഷും നല്ല കോമ്പിനേഷനാണ്. ചേമ്പല്ല, ചേന എരിശ്ശേരിയും എല്ലാം, ചേമ്പ് ചേന അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഈ എരിശ്ശേരിയും ഫിഷ് ഐറ്റംസും നല്ലൊരു കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴാണ് ഏതായിട്ട് ഞാൻ ചേമ്പിനോട് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങി. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമായിരുന്നു ചേമ്പ്. ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് ഈ ചേമ്പ് സംഭവം എന്നോടൊരു എന്താ പറയുന്നൊരു ചേമ്പ് കൊണ്ട് എരിശ്ശേരി, പിന്നെ അതുപോലെ ചേമ്പ് കൊണ്ടുള്ള മറ്റേ കൂട്ടാനുകളൊക്കെ കഴിക്കാനൊരു ഇത് വന്ന് ഒരു ആഗ്രഹം വന്ന് തോന്നിയത്. അപ്പം ഞാൻ ചുമ്മാ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് നേരെ പരിപാടികളിലേക്കൊക്കെ പോകാം. ആദ്യം ഇതെല്ലാം നമുക്ക് വേവിക്കാൻ വെക്കാം ഒറ്റയടിക്ക്. ശ്രീഹരി എന്നെ എണീറ്റു, നടക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ നടക്കാൻ പോകുന്നില്ലെങ്കിൽ ഒരു 6 മണിക്കും 6:30ക്കും ഇടയ്ക്ക് എണീക്കും ഞാൻ ഇപ്പോഴത്തെ രീതി. അല്ലെങ്കിൽ കൂടുതലും നമ്മൾ ആ ഒരു എണീക്കാൻ താമസിച്ച് കഴിഞ്ഞാൽ പിന്നെ എണീക്കാൻ താമസിക്കും. കാരണം ഞാൻ നടക്കാൻ പോകുന്നില്ലെങ്കിലും രാവിലെ ഇപ്പം ഒരു 6 മണി കഴിയുമ്പോൾ എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. 6 മണിക്ക് 6:30ക്ക് ഇടയ്ക്ക് എണീക്കും. അപ്പോൾ നമുക്കിനി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ, അതായത് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മത്തങ്ങ, എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ചേമ്പ്, മെഴുക്കുവരട്ടിക്കുള്ള വെണ്ടയ്ക്ക, ഇതെല്ലാം കട്ട് ചെയ്ത് ഇന്നലെ രാത്രി എടുത്ത് വെച്ചാണ്. ഇത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് അടുപ്പത്ത് കയറ്റാം. ചായ ഇട്ടില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ ഇതെല്ലാം വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ മത്തങ്ങയ്ക്കകത്ത് ഉപ്പും പച്ചമുളകും ചേർക്കണം. ഇതിനകത്ത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ പിന്നൊക്കെ ചേർക്കുന്നുണ്ട്. ഞാൻ ആദ്യം ചേർക്കാൻ അങ്ങ് മറന്നുപോയി. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് മത്തങ്ങയ്ക്കകത്ത്. അത് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം പച്ചടിക്കകത്ത് നമ്മളതൊന്നും ചേർക്കത്തില്ലല്ലോ. ചേമ്പിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് രണ്ടും അങ്ങ് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ അങ്ങ് ആക്കണം. അപ്പോൾ ചായ കുടിക്കാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ചായ ഇടാത്തത്. ഇനി നമുക്കടുത്ത് വെണ്ടയ്ക്കയിലേക്ക് കിടക്കാം. വെണ്ടയ്ക്ക
എണ്ണ ഒഴിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ഉള്ളി ചതച്ച മുളക് അതൊന്നും ചേർക്കത്തില്ല വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത്. പച്ചമുളകാണ് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. അപ്പോൾ പച്ചമുളകും വെണ്ടയ്ക്കയും കൂടെ ആദ്യം നല്ലപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു പശയില്ല, ആ ഒരു കിളുകിളുപ്പ് അത് മാറിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പും പിന്നെ കുറച്ച് സബോള അരിഞ്ഞത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു, പക്ഷെ ഞാൻ ഈ തക്കാളി സബോള അരിഞ്ഞ് വെക്കാൻ മറന്നുപോയി. തക്കാളി വഴറ്റിയിരുന്നത് കുറച്ചുകൂടെ ലേറ്റ് ആയപ്പോഴത്തേനും കണ്ണിൻ്റെ കുറഞ്ഞിട്ടുണ്ടല്ലേ. രാവിലെ എണീറ്റതിനും കുറച്ചുകൂടെ കുറവെന്ന് തോന്നി. അപ്പം അത് തക്കാളിയും സബോളയും കുറച്ച് വെളുത്തുള്ളിയും മാത്രം മതി. അപ്പം അത് വഴറ്റി ഇങ്ങനൊരു ചിലപ്പോൾ ഞാൻ ടൊമാറ്റോ ചട്നി പോലാക്കും, അല്ലെങ്കിൽ വഴറ്റി മുളക് പൊടി ഉപ്പും ഇട്ട് വഴറ്റിയിട്ടെടുത്താലും ടേസ്റ്റാണ്. ദോശയോടെ കഴിക്കാനും ചോറുന്നു. ഈയിടെ ഞാൻ അത് വെച്ചൊരു തക്കാളി ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സാറ്റർഡേ വ്ലോഗിൽ. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ഞാൻ കട്ട് ചെയ്ത് വെക്കാൻ മറന്നായി. അത് നമുക്ക് അതൊക്കെ കട്ട് ചെയ്ത് അതും കൂടെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് ഒരിക്കലും വെണ്ടയ്ക്ക അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കുഴഞ്ഞൊരുമാതിരി പോവും. വെണ്ടയ്ക്ക എപ്പോഴും തുറന്ന് വെച്ച് വേവിച്ചെടുക്കാനുള്ള ആ ഒരു പശയൊക്കെ മാറ്റി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് തന്നെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഇനി നമുക്ക് ഞാൻ സബോള കട്ട് ചെയ്യാണ്. നമുക്ക് തക്കാളിയും സബോളയും കൂടെ വഴറ്റി ഇങ്ങനെ എടുക്കാം നമുക്ക് ദോശയ്ക്ക് സൈഡായിട്ട്. അപ്പോൾ ഞാനിപ്പം ഈ സബോള ഇത്രയും വേണ്ട, ആക്ച്വലി ഇത് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കകത്ത് ചേർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അത്ര അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പശപ്പൊക്കെ മാറി അതൊന്ന് ഒതുങ്ങി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ സബോള കുറച്ച് അരിഞ്ഞതും വേണമെന്നില്ല, പിന്നെ ഞാൻ ചുമ്മാ ചേർത്താണ്. സബോള അരിഞ്ഞില്ലെങ്കിലും എനിക്ക് ഈ ചുമ്മാ ഇങ്ങനെ എടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചായ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇത് ഇനിയും തുറന്ന് വെച്ച് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അത് റെഡിയായി. അപ്പോൾ ചായയൊക്കെ ഇട്ടു. പിന്നെ തക്കാളി വഴറ്റിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോളയും വെളുത്തുള്ളിയും ആണ് ഞാൻ വഴറ്റുന്നത്. പിന്നെ തക്കാളിയും ഇത്രയും ചേർത്ത് ഉപ്പും ചേർത്ത് ഇതങ്ങ് അടച്ച് വെച്ച് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഞാൻ പുറത്തേക്ക് പോയി ഇതൊക്കെ ഒന്ന് നിവർത്തിയിട്ടു. ഇപ്പോൾ ഭയങ്കര മഴയുണ്ട്, വിൻ്റർ എന്താണെന്നറിയില്ല, മഞ്ഞും മഴയെല്ലാം കൂടെ ഒരുമാതിരി വല്ലാത്തൊരു ക്ലൈമറ്റാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. ഒരു ഡിപ്രഷൻ മോഡലുള്ള ഒരു ക്ലൈമറ്റാണ്, ഒരു സുഖമില്ലാത്ത ക്ലൈമറ്റ്. സുഖമുണ്ട്, പക്ഷെ നമുക്ക് മാനസികമായ ഒരു സന്തോഷം തോന്നാത്ത ഒരു ക്ലൈമറ്റ്. ഇത് ഞാൻ ഇന്നലെ രാത്രി ഉണക്കാൻ വെച്ച പാത്രങ്ങളാണ്, കഴുകിയിട്ടെല്ലാം ഒരു ഇഡ്ഡലിക്കുട്ടപ്പവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് ഉണ്ട്. ഇനിയിപ്പം തേങ്ങ തിരുമ്മി ഇരിപ്പുണ്ട്, അത് അരപ്പ് ചേർക്കണം. പിന്നെ ദോശ ചൂടണം. ചോറ് വെച്ചിട്ടുള്ളത് വരെ, ചോറ് പിന്നെ പെട്ടെന്നാവും. 10 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അപ്പം ചോറ് ഇപ്പം സമയം ഇപ്പോൾ ഒരു 7-7:15 കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഏതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വെക്കും. മെഴുക്കുവരട്ടിയൊക്കെ ഏകദേശമായി, അത് മാറ്റിയിട്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ 8:30 ആകുമ്പോഴത്തേന് ചോറും റെഡിയാവും. അപ്പം ഇന്ന് കുറച്ച് നേരം ഞാൻ കറക്റ്റ് 6 മണിക്ക് തന്നെ എണീറ്റു. നടക്കാൻ പോകുന്നില്ലായിരുന്നു, എന്നാലും എണീറ്റ്. കാരണം എനിക്ക് കണ്ണിൻ്റെ ഈ കുഴപ്പം വന്ന് ഞാൻ പെട്ടെന്ന് വേദന വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റു. അപ്പം നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ വീർത്തിരിക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ അപ്പം തന്നെ എല്ലാം തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം വീണ്ടും കിടന്ന് അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ 7 മണിക്ക് മുമ്പ് എണീക്കും. നടക്കാൻ പോകുന്നില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഒരു 6:30-7 മണിക്ക് മുമ്പ് എണീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും മാക്സിമം. മിക്കവാറും നടക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് നേരത്തെ ഉറങ്ങുന്നുണ്ട്. മറ്റത് രാത്രി ഉറങ്ങാൻ ലേറ്റ് ആവും, രാവിലെ നേരത്തെ എണീക്കാത്തത് കൊണ്ട് അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം രാത്രി രാവിലെ ഇത്ര നേരത്തെ എണീക്കുന്നതുകൊണ്ട് രാത്രി ഒരു 11 മണി 11:30 മുമ്പേ ഉറങ്ങും. അത്രയൊന്നും ആയിരുന്നു. മറ്റത് ഞങ്ങൾ 1 മണി 2 മണിയൊക്കെ ആയിരുന്നു കുറച്ചൊരു 2-3 മാസമായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്നത്.
എന്നെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ എണീക്ക് എന്നിട്ട് രാവിലെ എന്നിട്ട് ഇതുപോലുള്ള ദിവസങ്ങൾ നേരത്തെ എണീക്കുകയും ചെയ്തിട്ട് ഞാനങ്ങ് വെപ്പാളപ്പെട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വളരെ കുറവായി ഇങ്ങനത്തെ വീഡിയോ. ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ, ഈ രാവിലത്തെ വീഡിയോസ്, മോർണിംഗ് വീഡിയോസ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ പെട്ടെന്നങ്ങ് തീരുമാനിച്ചു നാളെ തൊട്ട് എന്ത് വന്നാലും അങ്ങനെ ചെയ്യത്തുള്ളൂ. കാരണം ഒരു വല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു രീതിയായിപ്പോയി. കഴിഞ്ഞ ഒരു ഓഗസ്റ്റ്, ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങൾ. അപ്പൊ പിന്നെ നമുക്കിനി ഇന്ന് തണുപ്പാണ്, ഇപ്പൊ ഭയങ്കര തണുപ്പാ. ഈ പ്രത്യേകിച്ച് 2-3 ദിവസമായിട്ട് നല്ല തണുപ്പാണ്. ഇനിയിപ്പോൾ ഒന്ന് ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് സൂര്യൻ ചേട്ടൻ വരത്തില്ലെന്ന് തോന്നുന്നു. ചില ദിവസം ഈ തണുപ്പാണെങ്കിലും സൂര്യൻ ഇങ്ങനെ നല്ല വെട്ടം, ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും നല്ല വെട്ടം ഇങ്ങോട്ട് ഈ ബാൽക്കണിയിലേക്ക് അടിക്കും. ഞങ്ങൾ വെയിലൊക്കെ കൊള്ളാൻ വന്നിരിക്കും. ഇന്നില്ലെന്ന് തോന്നുന്നു, ഇന്നിങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. സൂര്യൻ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എനിക്കിനി വൈറ്റമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യണം. എനിക്ക് അവിടെ ഇവിടെയൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. വൈറ്റമിൻ ഡി നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. ഇനി നമുക്ക് എല്ലാത്തിൻ്റെ അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ ചിരകിയത്, കുഞ്ഞുള്ളി, ജീരകം ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ പച്ചമുളക് ചേർക്കാം, അല്ലെങ്കിൽ ഞാനിപ്പം മുമ്പേ വേവിച്ചതിനകത്ത് പച്ചമുളക് ചേർത്തായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ചേർത്തില്ല. പിന്നെ അത് നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് കടുവും കൂടി ഇട്ടൊന്ന് ചതച്ച് ഇങ്ങെടുക്കുക. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് ആ അരപ്പൊന്ന് തിളയ്ക്കുന്ന മീൻസ് ഒത്തിരി ഇങ്ങനെ തിളച്ച് പോലെ ഒന്ന് അരപ്പൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേനും തൈരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ മത്തങ്ങ പച്ചടി ഇവിടെ റെഡിയായി. പിന്നെ ഇനി അടുത്തത് ചേമ്പിൻ്റെ എരിശ്ശേരിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിനകത്ത് വെളുത്തുള്ളി, കുഞ്ഞുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് അരപ്പ് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഇത് നമ്മുടെ തേങ്ങ വറുത്തിടുന്ന എരിശ്ശേരിയല്ല. ഇത് നമ്മൾ ഈ ചോറിനൊക്കെ ചുമ്മാ വെക്കുന്ന ചേമ്പും മത്തങ്ങയും ഓമയ്ക്കയൊക്കെ ഈ ടൈപ്പിൽ, ചേനയൊക്കെ ഈ ടൈപ്പിൽ എരിശ്ശേരി വെക്കും, ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ അരച്ചപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എരിശ്ശേരിയാണ്. അതും കൂടെ ചേർത്ത് ഈ അരപ്പ് ഒന്ന് വേകണം. വെന്തിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എരിശ്ശേരി ഇവിടെ റെഡിയായി. എരിശ്ശേരിയും മീൻ കറിയും, മുളകിട്ട മീൻ കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ന് പക്ഷേ മീൻ വറുത്തത് നല്ലതാണ്. എനിക്ക് മീൻ വറക്കാനിരിപ്പുണ്ട്. ഇന്നലെ ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം മീൻ വറക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് അങ്ങ് അടച്ചു വെക്കാം. ഇത് ഞാൻ തക്കാളി വഴറ്റിയത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല, കാരണം അത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവസാനം പച്ചടിക്ക് നമ്മൾ വറുത്തിട്ടു. അപ്പം തക്കാളി വഴറ്റിനകത്ത് ഞാൻ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ഇത്രയും ചുമന്നിരിക്കുന്ന തക്കാളിയുടെ ആ ഒരു ചുമപ്പും, കുറച്ചേ മുളക് പൊടിയുള്ള എരിവില്ല, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അത് ആ നിറം ഭയങ്കരമായിട്ടും. പിന്നെ ആ കാര്യങ്ങളൊക്കെ റെഡിയായി, നമ്മുടെ കൂട്ടാനുകളെല്ലാം റെഡിയായി, മെഴുക്കുവരട്ടി, എരിശ്ശേരി, പച്ചടിയൊക്കെ. ഇനി ഞാൻ വേഗം മീനും വറുത്തു. ഇത് മോദയാന്ന് തോന്നുന്നു, പുള്ളിമോദയായിരുന്നു ആണ് മീൻ. അത് വേഗം അതും കൂടെ അങ്ങ് വറുത്ത് ഞാൻ വെച്ചു. അത് ഞാൻ ഇന്നലെ പുരട്ടി വെച്ചിരുന്നു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഉള്ളൂ. വേറെ സ്പെഷ്യൽ ഒരു കാര്യം ഞാൻ ചേർത്തിട്ടില്ല ഈ ഇതിനകത്ത്, കാരണം ഇത് ചെറിയ പീസുമായിരുന്നു. അപ്പം അത് എല്ലാം മാറ്റി വെച്ചു. നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അതെല്ലാം പാത്രത്തിലാക്കാം. അപ്പം അച്ചാറും കാര്യങ്ങളൊന്നും അങ്ങനെ വെക്കത്തുമില്ല. അച്ചാറിനൊരു സ്പേസ് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആക്ച്വലി ഇരിപ്പില്ല. ഇനി എനിക്ക് മാങ്ങ അച്ചാർ ഇടണം. അങ്ങനെ വലിയൊരു അച്ചാർ, മാങ്ങ മാത്രമേ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കാണത്തുള്ളൂ ഇവിടെ. വേറെ അങ്ങനെ വലിയ അച്ചാർ കൂട്ടാനൊന്നും ഇവിടെ, അച്ചാർ അങ്ങനെ ഒരു പ്രിയമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും ഇടാറില്ല. മാങ്ങ ഇച്ചിരി ഇട്ട് ശകലശകലം ഇട്ടിങ്ങനെ വെക്കും. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ റെഡിയായി. അപ്പം ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ചെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടു.
ഇനി പ്രത്യേകിച്ച് ഇനി ഇഷ്ടം പോലെ പാത്രം കഴുകാനുണ്ട്, അടുക്കളയെല്ലാം വൃത്തിയാക്കാനുണ്ട്, തുണി വിരിച്ചിടാനുണ്ട്. തന്നിടയ്ക്ക് ഞാൻ തുണി ഒക്കെ നനയ്ക്കാനൊക്കെ ഇട്ടായിരുന്നു, അതെല്ലാം വിരിച്ചിടാനുണ്ട്. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. പിന്നെന്താണ്, അപ്പം എൻ്റെ കണ്ണ് കുഴപ്പമില്ല, പക്ഷെ കണ്ണിങ്ങനെ കുഴപ്പമില്ല, വേദനയുണ്ട് ചെറുതായിട്ട്. പക്ഷെ ഞാൻ രാവിലെ വിചാരിച്ച് ഭയങ്കരമായിട്ട് ഇനി വീർക്കുമായിരിക്കും, പക്ഷെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.